നടുവേദനയുള്ളവരിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് നമ്മൾ കിടക്കുന്ന ബെഡിനെ കുറിച്ച്. അതായത് പല കട്ടിലിൽ കിടക്കണം, അല്ലെങ്കിൽ ഈ തുണി വിരിച്ച് നിലത്ത് കിടക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ശരിക്ക് അത്തരത്തിൽ ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഏത് തരത്തിലുള്ള ബെഡാണ് നമ്മൾ നടുവേദനയുള്ളവർ ഉപയോഗിക്കേണ്ടത്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ബെഡുകൾ അവൈലബിൾ ആണ്. അതായത് നടുവേദന മാറ്റുന്ന ബെഡുകൾ, മെഡിക്കേറ്റഡ് ബെഡുകൾ, അങ്ങനെ പല രീതിയിലുള്ള പരസ്യങ്ങൾ നമുക്ക് കാണാം. ശരിക്കും ഇതിലുള്ള പഠനങ്ങളെല്ലാം തെളിയിക്കുന്നത് വെച്ചാൽ നമുക്ക് ഒരു ഫേം ആയിട്ടുള്ള, അതായത് കിടന്നാൽ കൊഴിഞ്ഞു പോകാത്ത രീതിയിലുള്ള ഫേം ആയിട്ടുള്ള ഒരു ബെഡ്. അപ്പോൾ അത് സാധാരണ കയർ ബെഡ്, നമ്മൾ സാധാരണ കയർ ബെഡ് ഉണ്ടല്ലോ, അത് കുറച്ച് ഫോം മാത്രമുള്ള കയർ ബെഡാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ ഫേം ആയിട്ടുള്ള ബെഡാണ് എപ്പോഴും നടുവിന് നല്ലത്. അപ്പോൾ അത് ബെഡ് തീരെ ഉപയോഗിക്കാതെ പല കട്ടിൽ കിടക്കുന്നതോ അല്ലെങ്കിൽ നിലത്ത് വിരിച്ച് കിടക്കുന്നതോ ഒന്നും നടുവിന് നമുക്ക് അഭികാമ്യമായിട്ട് പറയുന്നില്ല. അതിനെക്കാട്ടും കൂടുതൽ ഈ ഫേം ആയിട്ടുള്ള ബെഡാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത്. അതുപോലെ തന്നെ സ്പ്രിംഗ് മട്രസും അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കിടന്നാൽ കൊഴിഞ്ഞു പോകുന്ന രീതിയിലുള്ള ബെഡുകൾ ഉപയോഗിക്കുന്നത് നടുവിന് നല്ലതല്ല. അപ്പോൾ കഴിയുന്നത് നമ്മൾ ബെഡിൻ്റെ കാര്യത്തിൽ ഫേം ആയിട്ടുള്ള ബെഡിലേക്ക് മാറുന്നതാണ്. ഉന്നക്കിടക്കയും നടുവിന് നല്ലതല്ല. ശരിക്കും അത് പലപ്പോഴും കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉന്നക്കിടക്ക പ്രതലത്തിൽ വ്യത്യാസം വരും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് നമുക്ക് ഫേം ആയിട്ടുള്ള ഒരു ഈ കയർ മട്രസ് ആയിരിക്കും എപ്പോഴും ഈ നടുവിൻ്റെ വേദനയുള്ള ആൾക്കാർക്ക് അഭികാമ്യം.